ഹായ്. അപ്പൊ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മള് ഇന്നലെ നൈറ്റ് ഒന്നും എവിടെയും സ്റ്റേ ചെയ്തില്ല, നേരെ വന്ന് ഇനി ഒരു കുറച്ചും കൂടി വേണ്ടു. ഇതിന്റെ ഇടയിൽ 1 മണിക്കൂർ ഒരു ബ്രേക്ക് എടുത്ത് നമ്മൾ ആണ്ടാളിനെ കാണാൻ വന്നതാണ്. ആണ്ടാളിന്റെ അടുത്ത് വന്ന് ഒരു ഫിൽറ്റർ കോഫി ഒക്കെ കഴിച്ച് ഇനിയിപ്പോ നേരെ നമുക്ക് റൂം കിട്ടുമ്പോ 11 മണിയായി. അപ്പോ 11 മണിക്ക് ശേഷമാണ് നമുക്ക് ഫ്രഷായി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യമേ വല്ലതും കാണാൻ പറ്റുന്ന അവസരം ഉണ്ടെങ്കിൽ അത് കണ്ടു തുടങ്ങാൻ വിചാരിച്ചു. കാരണം റൂമിനകത്ത് എത്തിയ ചിലപ്പോ എല്ലാവരുടെയും സ്വഭാവം മാറും. ആരും രാത്രി ഉറങ്ങാത്തത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം. അപ്പോ ഇന്ന് ആണ്ടാളുടെ വകയായിക്കോട്ടെ നമുക്ക് പുതിയ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ നമുക്ക് പുതിയ ഒരു വീഡിയോ അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈദരാബാദ് എത്താറായി. ഞാൻ പറഞ്ഞില്ല, ഇന്നലെ നൈറ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം ഒന്ന് ബ്രേക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്നു. എവിടെയും താമസിച്ചിട്ടില്ല. നേരെ ഹൈദരാബാദ് പോയി റൂം എടുത്ത് താമസിക്കാൻ വിചാരിച്ചു. അതാണ് ഇപ്പോൾ പരിപാടി ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഏകദേശം 180 കിലോമീറ്റർ 180 കിലോമീറ്റർ ഇനിയുള്ളൂ. നമ്മൾ ഒക്കെ വേഗം ഓടിയെത്തും. 500-ൻ്റെ മേലുണ്ടായിരുന്നതാണ്, അത് ഓടിയെത്തിയില്ല. ഇപ്പം രാവിലെ 6:30 മണിയായിട്ടുണ്ട്. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മുടെ നാട്ടിലെ ദേവദാരു നമ്മുടെ വീടിൻ്റെ മുന്നിലില്ലേ, അതുപോലെ ഇങ്ങനെ തട്ടായിട്ട് വരുന്ന ഒരു ടൈപ്പ് ചെടി. പക്ഷെ ദേവദാരു അല്ല, ഇത് വേറെ എന്തോ ഒരു ടൈപ്പാണ്. രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട്. കുടവുമല്ല, ചട്ടിയുമല്ല. ഔട്ട് വെച്ചിട്ടുണ്ടല്ലോ. 18 കിലോമീറ്റർ സ്പീഡ് 70-69 പോയിക്കൊണ്ടിരിക്കുന്നത് കാണിക്കും. തോണി വെച്ച മതി. ഒരു ബുഷ് ടൈപ്പായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അതന്നെ ദേവദാരുവിൻ്റെ ടൈപ്പ് കഴിഞ്ഞു. ഇപ്പം ഇങ്ങനെ ഫുൾ ഇതായിരുന്നു. അതിൻ്റെ ഇടയിൽ പൂക്കളുള്ള ചെടികളുണ്ടായിരുന്നു. എത്ര മനുഷ്യർ താമസിക്കുന്നുണ്ടാവില്ല. ഇന്ത്യയുടെ ഫ്ലാഗ് ഉണ്ട് അല്ലേ? വേറെന്തോ ഒഫീഷ്യൽ ആയിട്ടുള്ള എന്തോ ആണ്. ഗാന്ധിജിയുടെ പടമൊക്കെ ഉണ്ട്. നമ്മള് സ്ട്രൈറ്റ് ആണോ? ഷാഹി ടോംസ്. You have arrived. ഈ ടോംബിലേക്കുള്ള ടൈമാണ്, വിസിറ്റിംഗ് ടൈമാണ് 9:30 to 5:30 ആണ് പറയുന്നത്. പിന്നെ അഡൾട്ടിന് 20 രൂപയാണ് കൊടുക്കേണ്ടത് നമുക്ക് അങ്ങോട്ട് എൻട്രൻസ്. അതുപോലെ തന്നെ പാർക്കിംഗ് ആണ് ഒരല്പം കൂടുതലായി തോന്നിയത്. ഇനിയിപ്പോൾ ഇങ്ങനെയാണോ ഇവിടുത്തേന്ന് അറിയില്ല. 200 രൂപയാണ് കാറിന് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ മൊബൈൽ കൊണ്ടുപോകുന്നതിന് 50 രൂപ വേറെ വേണം. അതിപ്പോൾ 1 എടുത്താലും 4 എടുത്താലും 5 എടുത്താലും എത്ര മൊബൈൽ കൊണ്ടുപോകണമെങ്കിലും 50 രൂപ കൊടുക്കണം. അങ്ങനെയാണ് പറഞ്ഞത് അവർ. ഇപ്പം ഇത്രയും പൈസ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഹായ്. അപ്പോൾ നമ്മൾ കുത്തബ് ഷാഹി ടോംബിൽ എത്തിയിട്ടുണ്ട്. ഒരു പഴയ ഒരു ബിൽഡിംഗ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. ബാക്കിലാണ് അത് കാണുന്നുണ്ട്.
പിന്നെ ഞാൻ പറയാൻ നിന്നത് നമ്മുടെ 4ാമത്തെ സംസ്ഥാനമായ തെലങ്കാനയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇന്നലെ രാത്രി അങ്ങനെ വന്നു. പിന്നെ അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മുടെ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത് നമുക്ക് 1 മണിക്ക് ചെക്ക് ഇൻ ആവാൻ പറ്റും. അപ്പോൾ അത്രയും സമയം വെറുതെ നമ്മൾ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് നേരെ ടോംബ് കാണാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഭക്ഷണം ഉണ്ടെന്ന് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ പിന്നെ അതും കൂടെ കഴിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് കയറി ടോംബ് കണ്ട് നിയർ ബൈ ഇനി എന്തൊക്കെയുള്ളതെന്നൊന്ന് നോക്കി അതുകൂടെ കണ്ടിട്ട് നമുക്ക് 1 മണിയാകുമ്പോഴത്തേക്കും റൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടാണ്. അവരിപ്പോൾ വിളിച്ചിരുന്നു നമ്മളെവിടെ എത്തിയെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നമ്മളിന്ന് എന്തെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. നല്ല ടയേർഡുണ്ട്, ഉറക്കത്തിൻ്റെ ഒരു പ്രശ്നവും കൂടെ ഉണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് കാണാനുള്ളതൊക്കെ എത്രയും പെട്ടെന്ന് കണ്ടു തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണിപ്പോൾ പരിപാടി. അപ്പം ഇനി ആ ടോംബ് ഒന്ന് കാണണം. പിന്നെ വേറെ എന്താണ്, ഇനി നമുക്ക് അത് കണ്ടുകൊണ്ട് സംസാരിക്കാം. അതെ അതെ അതെ. നമ്മളിപ്പോൾ ഷാഹി കുത്തബ് ടോംബിന്ന് ഇറങ്ങി നാടൻ ഊപ്പാട് ഇളകിണ്ട്. അത്രയും സ്ഥലം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കാണാൻ. പിന്നെ കുറെ കണ്ടതൊന്നും എന്താന്നേ മനസ്സിലായി. അതിൻ്റെ ഉള്ളിൽ കുറെ ഫോട്ടോ, എന്താ പറയാ, വെഡിങ് ഫോട്ടോസ് നടക്കണം അതിൻ്റെ ഉള്ളിൽ. എന്തിനാണോ എന്തോ അതിന് മാത്രം അവിടെ ഒന്നും കാണാനുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. കുറെ ഫ്ലവറോ അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ ഉള്ള ഫ്ലവർ വെച്ചിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കണ്ടിട്ടൊന്നും മനസ്സിലായില്ല. കുറേ അവരുടെ ശവക്കല്ലറിയും കാര്യങ്ങളുമാണ്. അതിനെക്കുറിച്ച് കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. അതെ. പിന്നെ ടോം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ രാജാവിന്റെ ശവക്കല്ലറയായിട്ട്, പിന്നെ അത് കത്തിച്ച സ്ഥലവും, ആ കത്തിച്ച ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മേൽക്കൂരി ഇല്ല, പുക പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ അത് കല്ലുകൊണ്ടാണ്, കരിങ്കല്ല് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. അതെ, നടന്നൊരു വഴിയാണ്. ഇതെല്ലാം ടൈൽസും പഴയ കാലത്തെ. പിന്നെ ഇതിലൊരു ടൈൽസ് വർക്ക് ഉണ്ട് ടോമില് ഫ്രണ്ടില്, സൂപ്പറായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേയൊക്കെ പോയി, എല്ലാം പോയി. ഇപ്പോൾ അവർ റീകൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുക. പൊട്ടിപ്പൊളിഞ്ഞതും പെയിൻറ്റ് പോയതൊക്കെ വീണ്ടും പുതിയ ആൾക്കാരെ വെച്ച് പെയിൻറ്റ് ചെയ്യിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ. അതുകൊണ്ട് കുറേ നടന്നിട്ടില്ല. ഇവർ പറയുന്നത് മെയിൻ്റെനൻസ് ചെയ്യുന്നുണ്ടെന്ന്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അത് അധികം മെയിൻ്റെനൻസ് ഒന്നും ചെയ്തിട്ടില്ല. കാരണം മെയിൻ്റെനൻസ് എന്നൊക്കെ പറയുമ്പോൾ വേറെയും കുറേ കാര്യങ്ങൾ മെയിൻ്റെനൻസ് ചെയ്ത് ഇവിടെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ആൾക്കാരും കുറവാണ്, വളരെ കുറവാണ്. വന്നവര് എന്തെങ്കിലും ഒരു ടോംബ് എന്തെങ്കിലും കണ്ടിട്ട് വെച്ച് പിടിക്കുന്നു തിരിച്ച്. കാരണം അത്രയൊന്നും പോയി കാണാൻ ആർക്കും ക്ഷമയില്ല. അവിടെ ദൂരം ഒരുപാടുണ്ട്, നടന്ന് കാണാൻ ദൂരം ഒരുപാട്. അപ്പൊ ഇനി അടുത്ത സ്ഥലം ഏതായിരിക്കും നോക്കാം. അടുത്ത സ്ഥലം ഏതാണ്? ഗോൽക്കൊണ്ട ഫോർട്ട് ആയിരിക്കും. അതെന്തുമാതിരി ആയിരിക്കും, നടന്നൊരു വഴിയാവും. കാരണം നമുക്ക് 1 മണിക്കാണ് ചെക്ക് ഇൻ ഉള്ളത്. സോ അതുകൊണ്ട് നമുക്ക് വേറെ വഴിയില്ല, തിരിയന്നെ വഴിയുള്ളൂ. ഓക്കെ, ബൈ. ഈ ഹൈദരാബാദിലെ ഏറ്റവും പഴക്കം ചേർന്നിട്ടുള്ള കുത്തബ് ഷാഹി പണി കഴിപ്പിച്ചിട്ടുള്ള ഈ ശവകുടീരങ്ങൾ ഹൈദരാബാദിൽ ശരിക്കും ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള ബിൽഡിങ്ങുകളായിട്ടാണ് പറയുന്നത്, സ്മാരകങ്ങളായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ ഇതിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ ശവകുടീരങ്ങളെല്ലാം പേർഷ്യൻ, പത്താൻ, ഹിന്ദു സംസ്കാരങ്ങളിലൊക്കെയാണ് ഗ്രാനൈറ്റിലൊക്കെ നിർമ്മിച്ചിട്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാ ആളുകളുടെയും വിശ്വാസപ്രകാരമുള്ള രീതിയിലാണ് അതിൻ്റെ പണികളൊക്കെ ചെയ്തിട്ടുള്ളതെന്നാണ് അവർ പറയണത്. പിന്നെ മനോഹരമായ പൂന്തോട്ടം ഉണ്ട് എന്നുള്ളതാണ് അതിനകത്തൊക്കെ പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു പൂന്തോട്ടം സത്യം പറഞ്ഞാൽ കണ്ടില്ല. ഇപ്പോൾ കഴിഞ്ഞതാണോ, അതിൻ്റെ സീസൺ കഴിഞ്ഞതാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്നാലും അങ്ങനെ വലിയൊരു ഇതൊന്നുമില്ല. പക്ഷെ ഈ പറഞ്ഞ മാതിരി വർക്കുകളൊക്കെ ഗംഭീരമാണ്. അതിപ്പോൾ ഇവിടുത്തെ ഏത് വർക്ക് നോക്കിയാലും ഗംഭീരമായിരിക്കും, നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത്രയൊക്കെ തന്നെ, ഇതിൽ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. ഇതാണിപ്പോൾ അതിനെക്കുറിച്ച് പറയാനുള്ളത്. എന്തായാലും ഹൈദരാബാദിലെ വളരെ പഴക്കം ചെന്നിട്ടുള്ളൊരു ഇതാണ്, ഈ സ്മാരകമാണ് ഇവിടെ എന്നുള്ളത് മനസ്സിലായി.
ഗോൽക്കൊണ്ട ഫോർട്ടിൻ്റെ എൻട്രൻസ് ആണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, ഏതാ ലെഫ്റ്റോ റൈറ്റോ പോയിക്കൊണ്ടിരിക്കുന്നത്? ഓ ശരി. എന്തായാലും ഇതിലൂടെയൊക്കെ പോകാൻ വഴി തന്നെ ഇല്ല. അത് പിന്നീട് വന്നതല്ലേ ഇതൊക്കെ സാധനങ്ങളൊക്കെ, വീടും ഒറ്റ വാഹനം പോകാനുള്ള വഴിയേ ഉള്ളൂ. അല്ല, അതിൽ എൻട്രിയും ഒരു വഴിയാണ്, എക്സിറ്റ് ഒന്നാണ്. അതാണ് എൻട്രി ചെയ്യാൻ എക്സിറ്റ് ചെയ്യാൻ ഒറ്റ വഴിയുള്ളൂ. മനസ്സിലായോ? അതാണ് ഇത്രയും തിരക്ക്. ഞാൻ ചുട്ടുകൊണ്ടിരിക്കുന്നു. റൊട്ടി, ഞാനല്ല, റൊമാലി റൊട്ടി. എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ഗോൽക്കൊണ്ട ഫോർട്ട്. ഇത് മറ്റേതുപോലെ അല്ല കേട്ടോ, കുറച്ച് വൃത്തിക്ക്. അതെ, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതെ, പുറമെയാണ് കാണുന്നത്. അതിൻ്റെ ഫീസ് ഇത് ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഇടണം ഇതിനകത്തേക്ക് വരണമെങ്കിൽ. അപ്പോൾ അകത്തേക്ക് പോകാനാണ് വേണ്ട. അതെ, പാർക്കിങ്ങിന് 50 രൂപ കാറിന്. അതെ അല്ലേ. ഇനിയിപ്പോൾ എൻട്രൻസ് ഫീ എത്രയാണെന്ന് അറിയില്ല, എടുക്കാൻ പോയിട്ടുണ്ട്. അവിടെയാണ്, ആ കാണുന്നിടത്താണ് എൻട്രൻസ് ഫീ വരുന്നത്. നല്ല ചൂടുണ്ട്. അതെ അതെ അതെ, നോക്കാം നമുക്ക് അങ്ങോട്ട്. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെയാണ് ടിക്കറ്റ്. എത്ര രൂപയാണെന്നറിയില്ല. അത് പറയാം. നമ്മളിത് നേരെ എൻട്രൻസിലേക്കാണ് കയറിപ്പോണത്. നമ്മൾ നേരത്തെ അവിടെ പോയിരിക്കുന്നു. ഇത് ഹൈദരാബാദിലെ മറ്റൊരു സംഭവമാണ്. ഭയങ്കര നന്നായിട്ടുണ്ട് ഈ ഒരു കോട്ട. എനിക്ക് ഒരുപാട് ഇഷ്ടമായി കണ്ടപ്പോൾ. പണ്ട് ഹൈദരാബാദ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിലുണ്ടായിരുന്നതാണ്. അവരാണ് ഭരിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ നേരത്തെ കണ്ടല്ലോ, കുത്തബ് ഷാഹി. അവരുടെ ഭരണകാലത്താണ് ഇവരിത് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നീട് കുറേ ഇത് തലസ്ഥാനമാക്കി മാറ്റി അവർ. പിന്നെ വജ്രങ്ങൾക്ക് പേര് കേട്ടിട്ടുള്ള സ്ഥലമാണ് എവിടെ, ഗോൽക്കൊണ്ട വജ്രങ്ങൾ എന്ന് പറഞ്ഞത്. ഭയങ്കര വാസ്തുവിദ്യ വിസ്മയിപ്പിക്കുന്ന ഒരു ശബ്ദവിന്യാസ സൗകര്യം തന്നെ ഉണ്ട് അതിനകത്ത്. നമ്മളിങ്ങനെ കൈയൊക്കെ കൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ ആ ഒരു ഇത്. പിന്നെ എന്താ ഭയങ്കര ഒരുപാട് കാണാനുണ്ട് എന്നുള്ളതാണ്. ഞാൻ തന്നെ മുഴുവനും പോയി കണ്ടില്ല, കാരണം എനിക്ക് വയ്യ, നടന്ന് മതിയായി. എനിക്ക് ഒരുപാട് കാണാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1687 മുഗൾ ചക്രവർത്തി ഔറംഗസീബ് ഈ കോട്ട പിടിച്ചെടുത്തു എന്നൊരു ചരിത്രവും കൂടി ഇതിൻ്റെ പിറകിൽ പറയുന്നുണ്ട്. പലതും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, പൊട്ടിപ്പൊളിഞ്ഞിട്ടും അങ്ങനെയൊക്കെ ഉണ്ട്. അതെ, വവ്വാലുകൾ ഭയങ്കര സ്മെല്ല്, വവ്വാലുകൾ നിറയുണ്ട്. അതെ, പേടിയാവും കണ്ടു കഴിഞ്ഞാൽ. എന്നാലും കാണാൻ ദൂരെ നിന്ന് നോക്കാൻ ഭയങ്കര ഭംഗിയാണ്. അതെ അതെ അതെ, 11ാം നൂറ്റാണ്ടിലാണ് കാഗീയ ഭരണാധികാരികളാണ് നിർമ്മിച്ച കോട്ടയാണ് ഇത്. ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. പിന്നീട് ഇത് കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനൊരു ലഘു വിവരണം തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ കോട്ടയെക്കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ.
അപ്പോൾ കാഴ്ചകളൊക്കെ തൽക്കാലം അവസാനിപ്പിച്ചു. അച്ചുവിൻ്റെ സ്വഭാവമൊക്കെ മാറി തുടങ്ങി. അവന് ഹൈദരാബാദിലെ സ്പെഷ്യൽ ഹൈദരാബാദി ബിരിയാണി വേണം പറഞ്ഞിട്ട് അതിൻ്റെ അന്വേഷണത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ബൗറാച്ചിയിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ബൗറാച്ചി എന്നാണ് വായിക്കാൻ തോന്നുന്നു. ഇത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ്. ഇത് നോൺ AC ആണ്. അവിടെ കയറി നിൽക്കുന്നുണ്ട്, എന്തിനാണോ എന്തോ. ഇപ്പുറത്താണ് അവരുടെ AC ഇവിടെയാണ്. കാർ പാർക്കിംഗ് ഇതിൻ്റെ അടിയിലാണ്. നമ്മളിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി നിർത്തിയിട്ട് റൂമിൽ പോകാൻ അന്ന് വയ്യ, ഫുൾ ടൈം ഡ്രൈവ് ആയതുകൊണ്ട് നമ്മൾ നിർത്തിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടിരിക്കുന്നു. ബിരിയാണി കഴിക്കാൻ വന്നിരിക്കുകയാണ്, ഹൈദരാബാദി ബിരിയാണി. പക്ഷേ ഇവർ രണ്ടിനും വെജാണ്, ഞങ്ങൾ രണ്ടിനും മാത്രമേ നോൺ വെജ് ഉള്ളൂ. സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടൽ തന്നെയാണ്. ബൗറാച്ചി എന്നാണ് പറയുക. അതിൻ്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണോന്ന് അറിയില്ല. ഭയങ്കര ഫുള്ള് തിരക്കാണ്. ഫുള്ള് തിരക്ക് പറഞ്ഞാൽ ഫുൾ തിരക്കാണ്. നിന്ന് ഇരിയാസില്ല. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്കിവിടെ സീറ്റ് കിട്ടിയത്. ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി ഫുഡ് വന്നിട്ട് ബാക്കി കാണിക്കാം. ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഹൈദരാബാദ് ബിരിയാണി വേറെ പല സ്ഥലത്തു നിന്നും കഴിച്ചിട്ടുണ്ടെങ്കിലും ഹൈദരാബാദ് വന്നിട്ട് ആദ്യമായിട്ടാണ്. നോക്കാം വ്യത്യാസം എന്താണ്. ഇത് വെജ് ബിരിയാണിയാണ്. വെജ് ഫ്രൈഡ് റൈസ് വന്നിട്ടില്ല അവർക്ക്. നല്ല മണമൊക്കെ ഉണ്ട് സാധനം. ഫ്രൈഡ് റൈസ് വന്നു. നമ്മൾ ഫ്രൈഡ് റൈസ് ഇട്ടുണ്ട്. നമ്മൾ കഴിച്ചു നോക്കിയാ? മറ്റേ നല്ല എരിവുണ്ട് വെജിറ്റബിൾ ബിരിയാണി. വേറൊരു നമ്മൾ ഇതുവരെ പാലക്കാട് കഴിച്ചിട്ടുള്ളൊരു മസാലയല്ല, വേറൊരു മസാല. കുഴപ്പമില്ല. ഫ്രൈഡ് റൈസ് ഒന്ന് കഴിച്ചു നോക്കും. ഫ്രൈഡ് റൈസിൻ്റെ ആളാണ്. ബിരിയാണി കഴിച്ചു. കിടിലം ബിരിയാണിയായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഹലീം വാങ്ങാൻ വന്നിരിക്കണുണ്ടോ. ഹലീം ബൗറാച്ചി ഇവിടെ വന്നിരിക്കുകയാണ് ഹലീം വാങ്ങാൻ. അപ്പോൾ അച്ഛൻ അവിടെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയൊരു പാക്കറ്റ് വാങ്ങുന്നുണ്ട്. അതിൻ്റെ പ്രൈസിങ്ങും കാര്യങ്ങളൊന്നും എവിടെ അതവിടെ ഉണ്ട്. ചിക്കനും ഉണ്ട്, മട്ടനും ഉണ്ട്, പിന്നെന്താ ബീഫുണ്ടോ? ബീഫില്ല. അയ്യോ ബീഫില്ല കേട്ടോ. മട്ടണും ചിക്കൻ്റെ ചെറിയൊരു ഇതേ ഉള്ളൂ. മട്ടൺ കുറേ വെറൈറ്റീസിലുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രൈസിങ്. പിന്നെ റമദാൻ മാസത്തിൻ്റെ സ്പെഷ്യലാണ് ഇവിടുത്തെ ഹലീം. സോ ടേസ്റ്റ് ചെയ്യട്ടെ. ഞാൻ ഒരു ചെറിയൊരു ബോക്സ് വേണം പറഞ്ഞിട്ട് ചെറിയൊരു 200-ൻ്റെ ചെറിയൊരു ബോക്സ്. കാരണം നമ്മൾ ഇതായിട്ട് ടേസ്റ്റ് ചെയ്തിട്ടില്ല. ടേസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് അത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബോക്സ് വാങ്ങിയിട്ടുണ്ട്. ടേസ്റ്റ് നോക്കിയിട്ട് ബാക്കി പറയാം. ഹായ്. അപ്പം നമ്മൾ യാത്ര കഴിഞ്ഞ് ഇന്നത്തെ യാത്ര അവസാനിപ്പിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. വന്ന് കയറിയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പം തന്നെ ഞാൻ നിങ്ങളോട് രാവിലെ പറഞ്ഞതല്ലേ റൂമൊന്ന് കാണിച്ചു തരാമെന്നുള്ളത്. അത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മറന്നു പോകും. രാവിലെ നേരത്തെ ഇവിടുന്ന് ഇറങ്ങണം, എന്നാലേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റൂ. ഇത് നമുക്ക് റൂമൊന്ന് കാണാം കേട്ടോ. നമ്മൾ വന്ന് കയറുമ്പോൾ കാണുന്നത് ഇങ്ങനെ ഒരു ടീപ്പോയും ഒരു സെറ്റിയും കച്ചറയായിട്ടൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കുറ്റമല്ല കേട്ടോ, നമ്മളുടെ കുറ്റമാണ്. ഇതൊരു ഡൈനിങ് ഹാളുണ്ട്. ഇതിൽ തന്നെ വലിയൊരു ഹാളാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് ഡൈനിങ് തന്നിട്ടുണ്ട് നമുക്ക് 4 ആൾക്കുള്ള ഭക്ഷണത്തിൻ്റെ പരിപാടി, TV സംഭവങ്ങൾ. ഇവിടെ നിന്ന് തന്നെ ഈ ഹാളിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഒരു ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് തന്നിരിക്കുന്നത്. AC കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഫാന്, ലൈറ്റ്, AC, ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂമാണ് തന്നിരിക്കുന്നത്. കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ അതൊന്നും തുറന്ന് വെക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ സാധനങ്ങളൊക്കെ പുറത്ത് വന്നിരിക്കുന്നത്. ഒരു ഡ്രസ്സിങ് ടേബിള്, അങ്ങനെയുള്ള എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. ഇനി ഇവിടുന്ന് നമുക്ക് നേരെ അടുത്ത ബെഡ്റൂമിലേക്ക് പോവാം. ഇത് തന്നെയാണ് കിച്ചൺ വരുന്നത് കേട്ടോ. ആദ്യം ബെഡ്റൂം കണ്ടതിന് ശേഷം കിച്ചൺ കാണാം. ഇതൊരു ബെഡ്റൂം. ഇവിടെ ജനലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുകയാണെങ്കിലൊക്കെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് നമുക്ക് ചായയൊക്കെ കുടിക്കുന്ന സംഭവമുണ്ട്. പക്ഷെ നമുക്ക് അതിനൊന്നും സമയം കിട്ടിയിട്ടില്ല. നമ്മൾ ഇതും ഒരു അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് ഇവിടെയുള്ളതും. ഒക്കെ നല്ല എല്ലാ സംഭവം അതാ കണ്ടില്ല. അവൻ്റെ സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് അതിനകത്ത്. ഇതൊക്കെയാണ് ഇവിടെ ബാത്റൂം. അത് ശരി. അത് ശരി. ഓ
ഡ്രോയർ. ഓ ഓ ഓ ഓ ഇത് പിന്നെ ഞാൻ വന്ന് കയറിയതിൻ്റെയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് നാളെ രാവിലെ പോകുമ്പോഴേക്കും ഇതൊക്കെ ഒന്ന് അടുക്കിപ്പറക്കി വെക്കാനൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇനി തിരക്കിലേക്ക് കയറുകയാണ്. രാവിലെ നേരത്തെ ഇറങ്ങണമെന്ന് പറഞ്ഞു. ഇതാ പിന്നെ ഒരു ഫ്രിഡ്ജുണ്ട്. അതിലും ഇപ്പോൾ അത്യാവശ്യം സാധനങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ പ്യൂരിഫയർ കാര്യങ്ങൾ, സിങ്ക്. ഈ പാത്രങ്ങളൊക്കെ നമ്മുടെയാണ് കേട്ടോ. നമ്മൾ വണ്ടിയിൽ നിന്ന് എടുത്തിട്ട് വന്നതാണ്. ഇവർ ഓൾറെഡി ഇതിൻ്റെ ഉള്ളിലൊക്കെ പാത്രങ്ങൾ വെച്ചിട്ടുണ്ട് അവർ. നമ്മൾ പക്ഷെ അതൊന്നും എടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ സാധനങ്ങൾ കൊണ്ടുവന്നതുകൊണ്ട് ഗ്യാസ് മാത്രമാണ് അവരുടെ എടുത്തിട്ടുള്ളത്. മിക്സി നമ്മളുടെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അവർ കെറ്റിലുണ്ട്, അതുപോലെ തന്നെ ഓവൻ ഉണ്ട്. ഇവർ അത്യാവശ്യം സാധനങ്ങൾ എന്തൊക്കെയോ ഉപ്പ്, മുളക് പൊടിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളതൊന്നും എടുത്തിട്ടില്ല. നമുക്ക് ഓൾറെഡി എല്ലാം. അതെ, ഒരു ചെറിയ പൂജാ റൂമുണ്ട് അടുക്കളയിൽ. ഭയങ്കര ഇഷ്ടമായി അത്. കാരണം അടുക്കളയിൽ നിന്ന് തന്നെ ഭഗവാനെയും കാണാം. ഓരോ വിശ്വാസങ്ങളല്ലേ. പിന്നെ ഇവിടെ അത്യാവശ്യം ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വീട് ചെറുതായിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ അമ്മയും അനിയനൊക്കെ പറയണ്ടായിരുന്നു, നല്ലൊരു വീട്, ഇങ്ങനെ ഒരു വീടായിരുന്നു സെറ്റ് ചെയ്യേണ്ടിയിരുന്നത്. ഒരുപാടൊന്നുമില്ല, പക്ഷേ എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ ലൈറ്റ് എന്തോ ഇല്ല തോന്നുന്നുണ്ട്. വാഷിംഗ് മെഷീനും ഉണ്ട്. നമ്മൾ ഇന്നലെ ഡ്രസ്സൊക്കെ വന്ന വഴിക്ക് തന്നെ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്തിട്ട് ഇന്നത്തെയും കൂടെ വാഷ് ചെയ്യാൻ ഇടണം എന്ന് വിചാരിച്ചിട്ടാണ്. എന്നാൽ പിന്നെ രാവിലെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു വാഷ് ബേസിനുണ്ട്. ഇത്രയും കാര്യങ്ങളാണ്. എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. റൂമിന് വരുന്നത് 4000 രൂപ വരുന്നുണ്ട്. നമ്മൾക്ക് 2 ദിവസത്തിന് വരുന്ന റേറ്റാണ് കേട്ടോ അത്. പക്ഷെ എന്നാലും എനിക്കത് റീസണബിളായിട്ട് തന്നെ തോന്നിയത്. നമുക്ക് എന്ന് മാത്രമല്ല, നമുക്ക് നമ്മളുടെ വീട് പോലെ യൂസ് ചെയ്യാം. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ശരിക്കൊരു നമ്മൾ യാത്ര കഴിഞ്ഞ് വരുമ്പോഴും വീട്ടിലേക്ക് പോവുക പറഞ്ഞിട്ട് തന്നെയാണ് വരണത്. നമ്മളൊരു ഹോട്ടലിലേക്ക് പറയുന്നതും വീട്ടിലേക്ക് പറയുന്നതും രണ്ടവസ്ഥയല്ലേ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി മനസ്സിന് സന്തോഷം തോന്നുന്നത് ഇങ്ങനെ ഫ്ലാറ്റുകൾ വല്ലതോ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ് അങ്ങനെ എന്താണെങ്കിലും കിട്ടുന്നതാണ് കുറച്ചുകൂടി നല്ലത് തോന്നുന്നു. നമ്മുടെ ആളുകളും വേറെ ആരും വരിക അങ്ങനെ ആരുടെയും ഡിസ്റ്റർബൻസോ ഒന്നുമില്ലല്ലോ. നമ്മളിത് 2nd ഫ്ലോറിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനിയുണ്ട്, ഒരു ഫ്ലോറും കൂടെ കണ്ടു. അതിനകത്ത് ആരും ഇല്ല. അവിടെ ആളുകളൊക്കെ ഉണ്ട്. സൗകര്യങ്ങൾ അതിൽ തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. നമുക്ക് ടെൻഷനൊന്നുമില്ല. അതിനകത്ത് തന്നെ പാർക്ക് ചെയ്യാമല്ലോ. വണ്ടി എവിടെയെങ്കിലും കൊണ്ടിട്ടോ അതങ്ങനത്തെ ഒരു ടെൻഷനും വേണ്ട. നല്ല സൗകര്യങ്ങളാട്ടോ. ഇത് booking.com തോന്നുന്നു ഇവർ ബുക്ക് ചെയ്തിട്ടുള്ളത്. അതോ Airbnb ആണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. കാരണം എല്ലാം നോക്കുന്നുണ്ട്. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് എന്ന് പറഞ്ഞിട്ട് ആണ് നോക്കിയിട്ടില്ല. ഭയങ്കര വലിയ പ്രൈസിലൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ ഒരു നോർമൽ. പക്ഷേ ഇതൊക്കെ നമുക്ക് മതി. കാരണം നമ്മളിപ്പോൾ ഇവിടെ രാത്രി കിടന്നുറങ്ങാൻ മാത്രമാണ് വരണത് എവിടെ എടുത്താലും. പക്ഷെ അത് വൃത്തിയായിട്ട് കിടന്നുറങ്ങണം എന്നുള്ളത് മാത്രമേ ഒരു തോന്നലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിന് പറ്റിയതിന് ഗംഭീരമായിട്ട് തന്നെ കിട്ടി. എനിക്ക് ഭയങ്കര ഹാപ്പിയായി, സന്തോഷമായി ഈ വീട് കിട്ടിയതിൽ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഇനി നാളെ കാലത്ത് 6 മണിക്ക് ഇറങ്ങണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം രാവിലെ ഇറങ്ങുമ്പോൾ ഞാൻ പറയാൻ സമയം എത്രയായി എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് പരിപാടി. ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞു. ഇനി നാളെ പുതിയ വീഡിയോ. ഓക്കെ, ബൈ.